ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇന്ത്യയെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിന് കാരണമാകുന്നു എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ബംഗ്ലാദേശ് +1 എന്ന സ്ട്രാറ്റജിയിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് മാറുന്നതിന് കാരണമായേക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ചൈനയിൽ നിന്നുള്ള ലേബർ കോസ്റ്റ് ഉയർന്നതിനെ തുടർന്ന് അപ്പാരൽ ഇൻഡസ്ട്രിയുടെ ലിവറേജിംഗ് വളരെയധികം ലഭിച്ച ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. അതേസമയം ബംഗ്ലാദേശിലും പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് എസ്കലേറ്റ് ആകുന്ന സാഹചര്യത്തിൽ ഇൻ്റർനാഷണൽ ക്ലയൻറ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം ടെക്സ്റ്റൈൽ സെക്ടറിലെ പല സ്റ്റോക്കുകളിലും പ്രകടവുമായിരുന്നു. ഗോകുൽദാസ് എക്സ്പെർട്ട് 19% ഉയർന്ന് 1095 രൂപ വരെ എത്തി. KPR മിൽസ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, വെൽപ്സൺ ലിവിംഗ്, SP അപ്പാരൽസ്, നിതിൻ സ്പിന്നർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ 19% ഉയരുകയും ചെയ്തു. 2019 ബംഗ്ലാദേശിൻ്റെ USA അപ്പാരൽ എക്സ്പോർട്ട് 7%, ചൈനയുടെ അപ്പാരൽ എക്സ്പോർട്ട് 30%. ഇത് 2023 ആയപ്പോൾ ചൈനയുടെ അപ്പാരൽ എക്സ്പോർട്ട് 22% ഇടിയുകയും ബംഗ്ലാദേശിൻ്റെ അപ്പാരൽ എക്സ്പോർട്ട് 7% നിന്നും 9% ഉയരുകയും ചെയ്തു. 2018 ഇന്ത്യയുടെ അപ്പാരൽ എക്സ്പോർട്ട് 5% ഇത് 2023 ആയപ്പോൾ 6% ഉയർന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇതുവരെ ഔട്ട് പെർഫോം ചെയ്യുകയായിരുന്നു. കൂടാതെ UK-യിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ് കമ്പനികൾക്ക് വളരെ താഴ്ന്ന പെനിട്രേഷനാണുള്ളത്. പാകിസ്ഥാൻ, ടർക്കി, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി UK ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ സെക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് UK-യിൽ വളരെ വലിയ പെനിട്രേഷൻ ലഭിക്കാത്തത്. അതേസമയം ബംഗ്ലാദേശിലുണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് UK മാർക്കറ്റിലും പെനിട്രേഷൻ ലഭിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇനി ബംഗ്ലാദേശിൻ്റെ എൻ്റയർ ഇൻഡസ്ട്രി തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ബംഗ്ലാദേശിൻ്റെ കഴിഞ്ഞ വർഷത്തെ എക്സ്പോർട്ട് $55.56 ബില്യൺ. ഇതിൽ 47 ബില്യൺ എക്സ്പോർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്തത് അപ്പാരൽ സെഗ്മെൻറ്റാണ്. അതായത് എക്കോണമിയുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പാരൽ സെഗ്മെൻറ്റാണ്. അതുപോലെ തന്നെ GDP-യുടെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ സെഗ്മെൻറ്റാണ്. രാജ്യത്ത് ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയുടെ പശ്ചാത്തലത്തിൽ ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ സെഗ്മെൻറ്റ് 15 മുതൽ 20% ഡീഗ്രോത്ത് നേരിടാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഇന്ത്യൻ കമ്പനികൾക്കും ലഭിക്കുകയും ചെയ്യും. ഇനി ബംഗ്ലാദേശിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന ഡിസ്റപ്ഷൻസ് ഇന്ത്യയിൽ $300 മുതൽ $400 മില്യൺ അഡീഷണൽ ബിസിനസ്സിന് കാരണമായേക്കും. ഇത് തിരുപ്പൂർ പോലുള്ള പല ടെക്സ്റ്റൈൽ ഹബ്ബുകൾക്കും പ്രയോജനകരമായ നേട്ടം സമ്മാനിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഓവറോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ടെക്സ്റ്റൈൽ സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും പ്രകടമായിരുന്നു. ഇനി ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നും വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് കൻഡാബിൽ റീറ്റെയിൽ എന്ന സ്റ്റോക്ക്. ഇന്ന് 269 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. റീസെൻ്റ്ലി സ്റ്റോക്ക് 250 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം 315 വരെ ഉയർന്നിരുന്നു. പിന്നീട് ബ്രേക്കൗട്ട് ലെവലായ 275 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് 269 ട്രേഡ് ചെയ്യുന്നു. ടെക്സ്റ്റൈൽ സെക്ടറിന് അനുകൂലമായ ഒരു ന്യൂസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ഹൈ ആയ 315 എന്ന ലെവൽ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ 255 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് കൻഡാബിൽ എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ സെക്ടറിൽ വന്നിരിക്കുന്ന ഈ ടെയിൽ വിൻഡിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സ്റ്റോക്ക് KPR മില്ലാണ്. KPR മിൽ എന്ന സ്റ്റോക്കും ടെക്നിക്കലി ഒരു ബ്രേക്കൗട്ട് സോണിലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 940 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 940 എന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. വരും സമയങ്ങളിൽ സ്റ്റോക്ക് 900, 915 തുടങ്ങിയ ലെവലുകൾ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ KPR മിൽ എന്ന സ്റ്റോക്കിൽ മികച്ച ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. KPR മിൽ ഇതിനു മുൻപേ 780 രൂപ എന്ന റേഞ്ചിൽ ബ്രേക്കൗട്ട് നൽകിയാണ്. സ്റ്റോക്ക് അതിൻ്റെ സെക്കൻഡ് ലെഗ് ബ്രേക്കൗട്ടായ 780-നും 950-നും ഇടയിൽ
ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് 950 എന്ന ലെവലിനെ ബ്രേക്ക് ചെയ്തു. ഇനി സ്റ്റോക്ക് 915, 920 തുടങ്ങിയ ലെവലുകൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ KPR മിൽ എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ്. ഇനി ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നും അനുകൂലമായ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് സെഞ്ചുറി ഇൻക എന്ന സ്റ്റോക്കാണ്. സെഞ്ചുറി ഇൻക എന്ന സ്റ്റോക്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കും ബ്രേക്കൗട്ട് ലെവലിലാണെന്ന് കാണാൻ സാധിക്കും. 660 പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. 660 എന്ന ലെവലിനെ സ്റ്റോക്ക് ഡിസിസീവായി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ചിലപ്പോൾ 700, 715 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്